വൈറ്റ് ഹൗസ് അതിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലെ ഒരു പോസ്റ്റിൽ ലോങ് ലിവ് ദ കിങ്, രാജാവ് നീണാൽ വാഴട്ടെ എന്ന അടിക്കുറിപ്പോടെ ട്രംപിന്റെ ഒരു വിവാദ ചിത്രം പോസ്റ്റ് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ എത്തിയിട്ട് ഇന്നേക്ക് ഒരു മാസം. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചു വന്നതിന്റെ അന്നു മുതൽ ഇന്ന് വരെയും നയപരമായ മാറ്റങ്ങളുടെയും തീരുമാനങ്ങളുടെയും മാത്രം ദിനങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. കഠിനമായ താരിഫ് നയങ്ങൾ മുതൽ ഫെഡറൽ ഏജൻസികളിലെ കൂട്ട പിരിച്ചുവിടലുകൾ വരെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യ മാസം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് വലിയ മാറ്റങ്ങളും വിവാദങ്ങളുമാണ്. ഒക്കെയും ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിലുമൊക്കെ ശ്രദ്ധ ആകർഷിച്ചു. ഇനിയും എന്തൊക്കെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. ജനുവരി 20-ന് പ്രസിഡന്റ് ട്രംപ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്നു മുതൽ അമേരിക്കൻ ഐക്യനാടുകൾ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിരിക്കും. ഞങ്ങൾ ധൈര്യത്തോടെ നിൽക്കും, അഭിമാനത്തോടെ ജീവിക്കും, ധൈര്യത്തോടെ സ്വപ്നം കാണും. ഞങ്ങൾ അമേരിക്കക്കാരായതിനാൽ ഒന്നും തടസ്സമാകില്ല എന്ന് അദ്ദേഹം തലയുയർത്തിപ്പിടിച്ചു പറഞ്ഞു. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ പാരീസ് കാലാവസ്ഥാ കരാറിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനുള്ള പദ്ധതി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. അങ്ങനെ പലതും. ഞെട്ടിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു പ്രളയമായിരുന്നു പിന്നെ അമേരിക്ക കണ്ടത്, ലോകം തന്നെ കണ്ടത്. ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കാനും സാംസ്കാരിക സംവാദങ്ങൾ ശക്തിപ്പെടുത്താനും ഫെഡറൽ വിദേശ ധനസഹായം നിർത്താനും ആഗോളതലത്തിലുള്ള പ്രോഗ്രാമുകളുടെയും അതുപോലെ US ഏജൻസികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ അദ്ദേഹം ഒപ്പുവെച്ചു. US താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി താരിഫ് ചുമത്തുന്നത് മുതൽ ഗ്രീൻലാൻഡിനെ അമേരിക്കയുമായി ലയിപ്പിക്കുന്നതിനുള്ള വിവാദ ആഹ്വാനങ്ങൾ വരെ തന്റെ നിരവധി പ്രസ്താവനകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കാര്യമായ തിരിച്ചടി നേരിട്ടു. ഇതിൽ പ്രധാനമായി വന്നത് താരിഫ് യുദ്ധമാണ്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25%, അതുപോലെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവയാണ് ട്രംപ് ഏർപ്പെടുത്തിയത്. പിന്നീട് ഭരണകൂടം എല്ലാ സ്റ്റീൽ ഇറക്കുമതികൾക്കും 25% തീരുവ പുനഃസ്ഥാപിക്കുകയും അലുമിനിയം ഇറക്കുമതിയുടെ തീരുവ 10%-ൽ നിന്ന് 25%-ആയി ഉയർത്തുകയും ചെയ്തു. ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയുടെ ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്താനുള്ള പദ്ധതിയും ട്രംപ് പ്രഖ്യാപിച്ചു. ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിനെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് നയിക്കാൻ നിയമിച്ചതാണ് ശ്രദ്ധ നേടിയ മറ്റൊരു നീക്കം. ചെലവുകൾ തിരിച്ചറിയുന്നതിനും പാഴ്ചെലവുകൾ ഇല്ലാതാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് രൂപം നൽകിയത്. വകുപ്പ് ദൗത്യത്തിന്റെ ഭാഗമായി ഡോഗ്, വൻതോതിലുള്ള പിരിച്ചുവിടലുകൾ, വ്യക്തിഗത ഡേറ്റയിലേക്കുള്ള പ്രവേശനം, ബൾക്ക് ബൈഔട്ടുകൾ, US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ പൂർണ്ണമായ ഷട്ട്ഡൌൺ എന്നീ നീക്കങ്ങൾ നടത്തി. വിവിധ ഫെഡറൽ ഏജൻസികളിലുടനീളം US സർക്കാർ കൂട്ട പിരിച്ചുവിടലുകൾ നടത്തി. ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിട്ടു. വെറ്ററൻസ് എയർഫോഴ്സ് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഊർജ്ജ വകുപ്പ്, ഇന്റേണൽ റവന്യൂ സർവീസ് തുടങ്ങിയ സുപ്രധാന ഏജൻസികളെ ഈ നീക്കം ബാധിച്ചു. ആരോഗ്യ മനുഷ്യസേവന വകുപ്പും കാര്യമായ പിരിച്ചുവിടലുകൾ കണ്ട കാലയളവ്. അദ്ദേഹത്തിന്റെ ഭരണവും നിയമപരമായ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നിരവധി കോടതികളിൽ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും അവയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 20-ന് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ട്രംപ് മിന്നൽ വേഗതയിലാണ് നീക്കങ്ങൾ നടത്തിയത്. ട്രംപ് ഭരണകൂടത്തിന്റെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും ഓരോ പുതിയ ഏജൻസിയെ ലക്ഷ്യമിടുന്നു എന്ന നിലയിലാണ് പോകുന്നത്. ഉപയോക്താക്കൾക്ക് കുറച്ചു കാലത്തേക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെന്ന് സമ്മതിച്ച ട്രംപ് രാജ്യത്തെ സമ്പന്നമാക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് ഓരോ ചുവടും വയ്ക്കുന്നത്. അതേസമയം ട്രംപിന്റെ നയങ്ങൾ സഹായിക്കുന്നതിന് പകരം വേദനിപ്പിക്കുകയാണെന്ന് ഡെമോക്രാറ്റുകൾ വാദിക്കുന്നു.